ഈ നാട്ടും പുറത്തെ തെങ്ങുംതോപ്പിലിട്ട് പണത് നാട്ടിലെ വെൽഡർ പണതുണ്ടാക്കുന്ന ഒരു സാധനം ആയതുകൊണ്ടല്ലേ നിങ്ങൾ ലൈഫ് ജാക്കറ്റിനെ ആശ്രയിക്കേണ്ടി വരുന്നത്. ഒരു ബ്രാൻഡഡ് ബോട്ട് നിങ്ങൾക്ക് കേരളത്തിൽ കാണിക്കാൻ പറ്റുമോ? നിങ്ങൾ ഓടിക്കുന്ന കാറിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നത് ടൊയോട്ടയുടെയാണ് അല്ലെങ്കിൽ മഹീന്ദ്രയുടെയാണ് എന്നുള്ള ബ്രാൻഡിലും അതിന്റെ അവരുടെ ടെക്നോളജിയിലുള്ള വിശ്വാസമല്ലേ? അല്ലെ നിങ്ങളുടെ നാട്ടും പുറത്തെ ഒരു വർക്ക്ഷോപ്പുകാരൻ ഒരു കാർ ഉണ്ടാക്കി നിങ്ങൾ തന്നാൽ നിങ്ങൾ ഈ പറഞ്ഞ ഹെൽമെറ്റ് അല്ല ഉരുക്ക് ചട്ടക്കൂടും ധരിച്ച് ചിലപ്പോൾ യാത്ര ചെയ്യേണ്ടി വരും. ഈ ചിന്തകളിൽ ഈ മാറ്റം വരണം. ചരക്ക് നീക്കത്തിന് ഉപയോഗിച്ചിരുന്ന കെട്ടുവള്ളങ്ങളാണ് ഇന്ന് ടൂറിസത്തിന്റെ നമ്മുടെ പ്രധാന പ്രോഡക്റ്റ് അല്ലേ, ഹൗസ് ബോട്ടായി മാറിയത്. സെയിം ഹള്ള്. ആ ഹള്ളിന്റെ പ്രത്യേകത എന്താ? ഒരു വള്ളത്തിന്റെ ഹള്ളിന്റെ പ്രത്യേകത എന്താ? ഈ വള്ളത്തിൽ എവിടെയാ ലോഡ് വെക്കുന്നത്? ഹള്ളിന്റെ ഏറ്റവും അടിയിലാ, ബോട്ടത്തിലാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? വെള്ളത്തിന്റെ അടിയിലേക്കുള്ള ഭാഗത്താണ് ലോഡ്. ഈ ഹള്ള് വെള്ളത്തിനടിയിലാണല്ലോ, അവിടെയാണ് ചരക്ക് നിറച്ചു വെക്കുന്നത്. അപ്പൊ ഇത് താഴേക്ക് വലിച്ചു പിടിക്കും, ഇതൊരിക്കലും മറിയില്ല. എന്നാൽ ഇപ്പോഴത്തെ ഹൗസ് ബോട്ടുകളാക്കി കഴിഞ്ഞപ്പോഴോ ഈ ഹള്ളിന്റെ മുകളിൽ പലക അടിച്ചിട്ട് അതിന്റെ മുകളിലാണ് ആളുകൾ നിൽക്കുന്നത്. അപ്പൊ അടി ഹള്ള് എന്ന് പറയുന്നത് വാക്കുമാണ്, മുകളിലാണ് ലോഡ്. അപ്പോൾ സ്വാഭാവികമായിട്ട് പോലെയും ഇത് കണ്ടുപിടിക്കാൻ ഇവിടുത്തെ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവർക്ക് അത്രയും പോലും ബോധമില്ലെങ്കിൽ ഇത് മറിഞ്ഞല്ലേ പറ്റൂ.